ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാ കുഞ്ഞുമക്കളും ടീച്ചറിനൊപ്പം കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, മനസ്സിനെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ സംരക്ഷണ കാപ്പയ്ക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ. ആമേൻ. എല്ലാ കുഞ്ഞുമക്കളും കണ്ണുകൾ തുറന്നോളൂ. എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്നത്തെ ക്ലാസ് തുടങ്ങാം. അതിനു മുൻപ് ടീച്ചർ ഒരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ. എല്ലാവർക്കും അറിയാവുന്ന, ചെറുപ്പത്തിലേ തൊട്ട് നിങ്ങൾ കേൾക്കുന്ന ഒരു ചെറിയ ചോദ്യം. നമ്മെ സൃഷ്ടിച്ചത് ആര്? ദൈവം. ഈ ഭൂമിയും ഇതിലെ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ആര്? ദൈവം. എന്തിനു വേണ്ടിയാണ് ദൈവം ഇവ സൃഷ്ടിച്ചത്? ദൈവമക്കളായ മനുഷ്യരായ നമുക്ക് വേണ്ടി. നമ്മൾ അവയെ സ്നേഹിച്ച്, പരസ്പരം സ്നേഹിച്ച്, ഒന്നിച്ച് സന്തോഷിച്ച് ജീവിക്കാൻ വേണ്ടി. എന്നാൽ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളുടെ അതിമോഹം, ആർഭാടം, ഞാൻ എന്ന ചിന്ത, എൻ്റേതെന്ന ചിന്ത, ഇതൊക്കെ കാരണം നമ്മൾ നമ്മുടെ അടുത്തിരിക്കുന്നവരെ പോലും കാണാറില്ല. നമ്മളറിയാതെ തെറ്റിലേക്ക് വീണു പോകുന്നു. നീ എന്തുകൊണ്ടാണ് തെറ്റ് ചെയ്തത്? നിന്റെ അറിവില്ലായ്മ കൊണ്ട്. അവനെന്താ തെറ്റ് ചെയ്തത്? അവൻ്റെ അറിവില്ലായ്മ കൊണ്ട്. നമുക്ക് എന്താണ് അറിവില്ലാത്തത്? എന്തിനെ പറ്റിയാണ് നമുക്ക് അറിവില്ലാത്തത്? ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് നാം അറിയുന്നില്ല. ദൈവം എന്താണ് ഇഷ്ടപ്പെടുന്നതെന്ന് നാം അറിയുന്നില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചില്ലേ പുറപ്പാട് സംഭവം? അവിടെ ദൈവജനം എത്രയോ ക്ലേശങ്ങൾ അനുഭവിച്ചു, എത്രയോ അവർ സങ്കടപ്പെട്ടു. എന്നാൽ ദൈവം എന്താ ചെയ്തത്? അവർ തെറ്റ് ചെയ്തപ്പോൾ അവരെ നോക്കാതിരുന്നോ? അല്ല. ദൈവം അങ്ങനെയുള്ള പിതാവല്ല. നമ്മൾ തെറ്റ് ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ സ്നേഹനിധിയായ നമ്മുടെ ദൈവം നമ്മളെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യനെ ദൈവത്തോടടുപ്പിക്കാൻ, അവിടുത്തെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവജനത്തെ അറിയിക്കാൻ ദൈവം ചില വ്യക്തികളെ തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവജനത്തെ അറിയിക്കാൻ, അവരുടെ തെറ്റ് തിരുത്തി അവരെ ദൈവത്തോടടുപ്പിക്കാൻ, അങ്ങനെ ദൈവ മനുഷ്യ ബന്ധം പുനഃസ്ഥാപിക്കാൻ ദൈവം ചില വ്യക്തികളെ തിരഞ്ഞെടുത്തു. അവരെയാണ് പ്രവാചകന്മാർ എന്ന് പറയുന്നത്. അവരാണ് പ്രവാചകന്മാർ. അകന്നുപോയ മനുഷ്യനെ ദൈവത്തോടടുപ്പിച്ച് ദൈവ മനുഷ്യ ബന്ധം പുനഃസ്ഥാപിക്കാൻ, പഴയതുപോലെ തന്നെ ആക്കാൻ, അവരുടെ തെറ്റ് തിരുത്തി മാനസാന്തരപ്പെടുത്തി അവരെ ആശ്വസിപ്പിച്ച് അവരെ ധൈര്യപ്പെടുത്തി പ്രത്യാശയോടെ മുൻപോട്ട് നയിക്കാൻ ദൈവം ചില വ്യക്തികളെ തിരഞ്ഞെടുത്തു. അവരാണ് പ്രവാചകന്മാർ. അത് തന്നെയാണ് നാം ഇന്ന് തുടങ്ങുന്ന പാഠത്തിൻ്റെ പേരും, പ്രവാചകന്മാർ. പാഠം 8, പ്രവാചകന്മാർ. ആരാണ് പ്രവാചകൻ? അകന്നുപോയ മനുഷ്യനെ ദൈവ മനുഷ്യ ബന്ധം പുനഃസ്ഥാപിക്കാൻ, അവൻ്റെ തെറ്റ് തിരുത്തി ദൈവത്തോടടുപ്പിക്കാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവജനത്തെ അറിയിക്കാൻ ദൈവം തിരഞ്ഞെടുത്തയച്ച വ്യക്തികളാണ് പ്രവാചകന്മാർ. ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് പ്രവാചകൻ. ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് പ്രവാചകൻ. ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവജനത്തെ അറിയിക്കുന്നവനാണ് പ്രവാചകൻ. എന്തുകൊണ്ടാണ് പ്രവാചകൻ എന്ന പേര്, എന്ന നാമം അവർക്ക് നൽകിയത്? ഹീബ്രു ഭാഷയിലെ നബി എന്ന പദത്തിൽ നിന്നാണ് പ്രവാചകൻ എന്ന പേര് നൽകിയിരിക്കുന്നത്. നബി, നബു എന്നാൽ തിളച്ചുകൊണ്ടിരിക്കുക, ജ്വലിച്ചുകൊണ്ടിരിക്കുക എന്നാണ് അർത്ഥം. തിളച്ചുകൊണ്ടിരിക്കുക. പ്രവാചകൻ ദൈവസ്നേഹത്താൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്താൽ അവർ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകന്മാർ എന്ന്
അവരെ വിളിക്കുന്നത്. അപ്പോൾ ആരാണ് പ്രവാചകൻ? ആരാണ് പ്രവാചകൻ? ദൈവ മനുഷ്യ ബന്ധം പുനഃസ്ഥാപിക്കാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവജനത്തെ അറിയിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികൾ, ദൈവത്തിൻ്റെ പ്രതിനിധി ആണ് പ്രവാചകൻ. മനസ്സിലായോ? നിങ്ങൾക്കറിയാവുന്ന ചില പ്രവാചകന്മാരുടെ പേരുകൾ പറയാമോ? ഏശയ്യാ പ്രവാചകൻ, ജെറമിയ പ്രവാചകൻ, ദാനിയേൽ പ്രവാചകൻ, എസെക്കിയേൽ പ്രവാചകൻ, അങ്ങനെ പോകുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രവാചകന്മാരുടെ പേരുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പലതവണ കേട്ടിട്ടുമുണ്ട്. ടീച്ചർ ഇപ്പോൾ പറഞ്ഞ 4 പ്രവാചകന്മാരെ ശ്രദ്ധിച്ചിരുന്നോ? ഏശയ്യാ പ്രവാചകൻ, ജെറമിയ പ്രവാചകൻ, ദാനിയേൽ പ്രവാചകൻ, എസെക്കിയേൽ പ്രവാചകൻ. ഈ 4 പ്രവാചകന്മാരെ വലിയ പ്രവാചകന്മാർ എന്നാണ് വിളിക്കുന്നത്. വലിയ പ്രവാചകന്മാർ. എന്തുകൊണ്ടായിരിക്കും ഇവരെ വലിയ പ്രവാചകന്മാർ എന്ന് വിളിക്കുന്നത്? വിശുദ്ധ ഗ്രന്ഥം എടുത്തു നോക്കുമ്പോൾ ഇവരുടെ പുസ്തകങ്ങൾ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലുതാണ്. ചെറിയ പുസ്തകങ്ങൾ എഴുതിയ പ്രവാചകന്മാരും ഉണ്ട്, വലിയ പുസ്തകങ്ങൾ. വലുത് ചെറുത് എന്ന് പറയുന്നത് അവരുടെ പുസ്തകത്തിൻ്റെ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ ഈ 4 പ്രവാചകന്മാരെ വലിയ പ്രവാചകന്മാർ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ ചെറിയ പ്രവാചകന്മാരും ഉണ്ടാവുമല്ലോ. ചെറിയ പുസ്തകങ്ങൾ എഴുതിയ പ്രവാചകന്മാരെ ചെറിയ പ്രവാചകന്മാർ എന്ന് വിളിക്കുന്നു. അവരുടെ പേരുകൾ നമുക്ക് പഠിക്കണ്ടേ? ഒരു 12 പേരുടെ പേരുകളാണ് നമ്മൾക്ക് പഠിക്കാനുണ്ട്. അത് എളുപ്പത്തിൽ പഠിക്കാൻ ടീച്ചർ ഒരു പാട്ടിൻ്റെ ഈണത്തിൽ നിങ്ങൾക്ക് ആ പേരുകൾ പരിചയപ്പെടുത്താം. പാട്ട് നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. അമ്മേ അമ്മേ തായി. ആ പാട്ടിൻ്റെ ഈണത്തിലാണ് നമ്മൾ ഈ പ്രവാചകന്മാരുടെ പേരുകൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുൻപ് നിങ്ങളുടെ കയ്യിൽ, എല്ലാവരുടെയും കയ്യിൽ പാഠപുസ്തകമില്ലേ? പാഠപുസ്തകമുണ്ട്. ഈ പാട്ട് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് പാഠപുസ്തകം തുറന്ന് ഒരുമിച്ച് പ്രവാചകന്മാരുടെ പേരുകൾ പാടി പഠിക്കണം. റെഡിയല്ലേ? ഓക്കെ. 4 വരിയാണ് ഉള്ളത്. ആദ്യത്തെ വരിയിൽ 3 പേരുകൾ. ആ പേരുകൾ ഹോസിയ, ജോയൽ, ആമോസ്. പ്രവാചകന്മാരുടെ പേരുകളാണ്, ഓർത്തിരിക്കണം. ഹോസിയ, ജോയൽ, ആമോസ്. ഹോസിയ, ജോയൽ, ആമോസ്. ഹോസിയ, ജോയൽ, ആമോസ്. ഹോസിയ, ജോയൽ, ആമോസ്. രണ്ടാമത്തെ വരി ഒബാദിയ, യോന, മിക്ക. ഒബാദിയ, യോന, മിക്ക. ഒബാദിയ, യോന, മിക്ക. ഹോസിയ, ജോയൽ, ആമോസ്. ഒബാദിയ, യോന, മിക്ക. നാഹൂം, ഹബക്കൂക്ക്, സെഫാനിയ. 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 അവസാനത്തെ വരി ഹഗ്ഗായി, സഖറിയ, മലാക്കി. ഹഗ്ഗായി, സഖറിയ, മലാക്കി. ഹഗ്ഗായി, സഖറിയ, മലാക്കി. ഹഗ്ഗായി, സഖറിയ, മലാക്കി. എല്ലാവരും പുസ്തകം തുറന്നു വെച്ചേ, ഒരുമിച്ച് പാടാം. ഹോസിയ, ജോയൽ, ആമോസ്. ഒബാദിയ, യോന, മിക്ക. നാഹൂം, ഹബക്കൂക്ക്, സെഫാനിയ. ഹഗ്ഗായി, സഖറിയ, മലാക്കി. ഹോസിയ, ജോയൽ, ആമോസ്. ഒബാദിയ, യോന, മിക്ക. നാഹൂം, ഹബക്കൂക്ക്, സെഫാനിയ. ഹഗ്ഗായി, സഖറിയ, മലാക്കി. 12 പേരുകളും നമ്മൾ എളുപ്പത്തിൽ പഠിച്ചു കഴിഞ്ഞു. 1-2 പ്രാവശ്യം കൂടി നിങ്ങൾ തനിയെ അത് പാടിക്കഴിയുമ്പോൾ നിങ്ങളത് പഠിച്ചു കഴിഞ്ഞിരിക്കും. 12 പ്രവാചകന്മാരുടെ പേരുകൾ. ഈ 12 പ്രവാചകന്മാരെ പറയുന്നത് ചെറിയ പ്രവാചകന്മാർ. എന്തുകൊണ്ടാണ്? കാരണം ചെറിയ പുസ്തകങ്ങൾ, വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ പുസ്തകങ്ങൾ എഴുതിയ ഈ പ്രവാചകന്മാരെ ചെറിയ പ്രവാചകന്മാർ എന്ന് വിളിക്കുന്നു. ഏശയ്യാ പ്രവാചകൻ, ജെറമിയ പ്രവാചകൻ, ദാനിയേൽ പ്രവാചകൻ, എസെക്കിയേൽ പ്രവാചകൻ. ഈ 4 പ്രവാചകന്മാരെ വലിയ പ്രവാചകന്മാരെന്നും വിളിക്കുന്നു. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ആരാണ് പ്രവാചകൻ? ദൈവ മനുഷ്യ ബന്ധം പുനഃസ്ഥാപിക്കാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവജനത്തെ അറിയിക്കാൻ, തെറ്റ് തിരുത്തി അവരെ ദൈവത്തോടടുപ്പിക്കാൻ,
അവരെ ധൈര്യപ്പെടുത്താൻ, ആശ്വസിപ്പിക്കാൻ, പ്രത്യാശയോടെ മുന്നോട്ട് നയിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളെ, ദൈവത്തിൻ്റെ പ്രതിനിധിയെ, ദൈവത്താൽ അയക്കപ്പെട്ടവരെ, അവരെയാണ് പ്രവാചകന്മാർ എന്ന് വിളിക്കുന്നത്. പ്രവാചകന്മാർ ദൈവജനത്തിൻ്റെ അടുത്ത് ചെന്ന് എന്താണ് ചെയ്യുക? ദൈവത്തിൻ്റെ ഇഷ്ടം അറിയിക്കും, തെറ്റ് തിരുത്തി ദൈവത്തോട് അടുപ്പിക്കും. തെറ്റ് തിരുത്താത്തവരെയോ അവർക്ക് ശിക്ഷ പ്രഖ്യാപിക്കും, അവരെ ആശ്വസിപ്പിക്കും, പിന്നെ പ്രത്യാശയോടെ അവരെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കും. 5 കാര്യങ്ങൾ അത് ഓർത്തിരിക്കണം. ദൈവജനത്തിൻ്റെ അടുത്ത് ചെന്ന് പ്രവാചകന്മാർ എന്താണ് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ ഇഷ്ടം അറിയിക്കും, അവരെ തെറ്റ് തിരുത്തി ദൈവത്തോട് അടുപ്പിക്കും, തെറ്റ് തിരുത്താത്തവരെ ശിക്ഷ പ്രഖ്യാപിക്കും, മാനസാന്തരപ്പെട്ടവരെയോ അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തും, പ്രത്യാശയോടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കും. പിന്നെ വലിയ പ്രവാചകന്മാരുടെ പേരുകൾ, ചെറിയ പ്രവാചകന്മാരുടെ പേരുകൾ, ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഒരു ആക്ടിവിറ്റി വേണ്ടേ? വേണം. നമ്മളെയും കുഞ്ഞുമക്കളായ നിങ്ങളെയും തെറ്റിൽ നിന്ന് തിരുത്തുന്നതും നിങ്ങളെ നന്മ പറഞ്ഞ് നല്ല വഴിയെ നടത്താനും നിങ്ങളെ സഹായിക്കുന്ന ചില വ്യക്തികൾ ഉണ്ടാകുമല്ലോ. നിങ്ങളുടെ മാതാപിതാക്കന്മാരാകാം, ടീച്ചേഴ്സ് ആവാം, അങ്കിളോ ആൻറ്റിയോ കൂട്ടുകാരോ ആകാം. അവരുടെ പേര് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കുക. എങ്ങനെയാണ് അവർ നിങ്ങളെ സഹായിച്ചതെന്ന് കൂടി ഒന്ന് എഴുതി വയ്ക്കുക. അതാണ് ഇന്നത്തെ ആക്ടിവിറ്റി. പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ദൈവമേ, അങ്ങേ ഹിതമറിഞ്ഞ് ജീവിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആമേൻ.